Welcome back to my channel Art with Satija. Here we will discuss all about art. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു പടം ഞാൻ ആക്ച്വലി വരയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില പടങ്ങളാണ് ഞാൻ മിക്കവാറും ഇതിനകത്ത് ട്യൂട്ടോറിയൽസായിട്ട് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മിക്കവാറും എടുക്കാറുള്ള റെഫറൻസ് ഇമേജ് ഞാൻ എടുക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ പിൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കണ്ടപ്പോഴത്തേക്കും ഈ ഫ്ലവർ കണ്ട കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കാണ് ഫോക്സ് ഗ്ലോ അങ്ങനെയാണ് അതിൻ്റെ പേര് ഞാൻ കണ്ടത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത്ര നല്ല ഫ്ലവർ അല്ല എന്ന് കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷേ വരയ്ക്കാൻ നല്ല രസമെന്ന് തോന്നി. അപ്പോൾ ഇത് ഞാൻ ട്യൂട്ടോറിയലിൽ നെക്സ്റ്റിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് കരുതി കേട്ടോ. ഫസ്റ്റ് ഞാനിതിൻ്റെ സ്കെച്ചിങ് എങ്ങനെയാണ് ചെയ്യണമെന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു റഫ് സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആ ഫ്ലവറിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് എന്നാണ് ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ വരച്ച് കാണിക്കുന്നത്. ഒരു ഓപ്പോസിറ്റ് വ്യൂവും ഓവൽ പോലത്തെ ഷേപ്പും വരച്ച ശേഷമാണ് അതിൻ്റെ അത് പ്രോപ്പറായിട്ടുള്ള ഇത് വരയ്ക്കുന്നത്. പിന്നെ ഇതിന് കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാസ്കിംഗ് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ടൊരു ബ്ലാക്ക് ഡോട്ട്സ് കാണുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കാമെന്ന് ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു നമ്മൾ പതുക്കെ അതിന് ചുറ്റും വൈറ്റ് മേടിച്ചായിരുന്നു. പക്ഷേ അത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പോഴോർത്ത് മാസ്കിംഗ് ഫ്ലൂയിഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ മാസ്കിംഗ് ഫ്ലൂയിഡ് അതിന് പയ്യെ എവിടെയാണോ ആ വൈറ്റ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ മാസ്കിംഗ് ഫ്ലൂയിഡ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് നമ്മുടെ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ പതുക്കെ അത് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബ്ലാക്ക് കളറിൽ ആ ഡോട്ട്, ബ്ലാക്ക് അല്ല, ഞാനത് ഒരു ഗ്രേയിഷ് കളറാണ് എടുത്തിരിക്കുന്നത്. പൈൻസ് ഗ്രേ എന്ന് പറയുന്ന ഒരു ഗ്രേ കളറാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ ഗ്രേ കളറ് ചുറ്റും കുറച്ച് അങ്ങോട്ട് വിട്ടിട്ട് ബാക്കി നടുക്ക് മാത്രമായിട്ട് ആ ഗ്രേ കളർ കൊടുക്കും. അപ്പോൾ മാസ്കിംഗ് ഫ്ലൂയിഡ് കുറച്ച് ടൈം എടുക്കും നല്ലപോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടി. അതിട്ട ശേഷമാണ് ഞാൻ അതിൻ്റെ കളറിങ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കളറിനകത്ത് സാപ്പ് ഗ്രീനും കുറച്ച് യെല്ലോയും കൂടി ചേർത്തൊരു കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് പയ്യെ ഇത് പേപ്പർ 300 GSMൻ്റെ പേപ്പറാണ്. അത് വാട്ടർ കളറിൻ്റെ ഹോട്ട് പ്രസ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഹോട്ട് പ്രസ്സാണ്. എന്നാലും ഇത്തവണ ഞാനത് വാങ്ങിയിരിക്കുന്നത് അതായത് കാരണം എൻ്റെ കയ്യിരിക്കുന്നത് കൊണ്ട് ഞാനതാ യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ കളർ ഹോട്ട് പ്രസ്സിൻ്റെ 300 GSMൻ്റെ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലതാണ്. കുറച്ചുകൂടി വെള്ളം നല്ലപോലെ അതിൻ്റെ അകത്ത് പിടിക്കുന്നുണ്ട്. പതുക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ എടുക്കുന്നത്. ഈ കാണിക്കുന്ന പോലെ. പിന്നെ ആ ഫ്ലവറിൻ്റെ ജസ്റ്റ് മേളിലായിട്ട് നമുക്കൊരു ക്രിംസണിൻ്റെ ഒരു കളറ് ഇങ്ങനെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ട് കളറ് കയറി വരുന്നുണ്ട്. താഴത്തേക്ക് പറഞ്ഞ പോലെ സാപ്പ് ഗ്രീൻ്റെ കളറും ഒരു ഇത്തിരി യെല്ലോയിഷ് ചേർന്നൊരു സാപ്പ് ഗ്രീനും കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ലെറ്റ്സ് എൻജോയ് പെയിൻറ്റിങ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ വരയ്ക്കുന്ന പടം ഞാൻ ഫസ്റ്റിലേ ആണ് ലൈവ് ചെയ്യണത്. അപ്പം ഇതിന് മുമ്പൊരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചിത്രസന്ധ്യയിൽ പോയി നമ്മൾ ആർട്ട് എക്സിബിഷൻ ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ട് എടുത്തത്. ഇവിടെ വന്നപ്പോൾ ഞാനത് പടം വരയ്ക്കുന്നത് ഒരു ലൈവ് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റിലെ തന്നെ പതുക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. ആദ്യം പോയി അൺലിസ്റ്റ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ശരിയാക്കി, തംബ്നെയിലൊക്കെ ശരിയാക്കി റെഡിയാക്കി വെച്ചു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച മൊമെൻറ്റിൽ പെട്ടെന്ന് ലൈവ് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് കണ്ടില്ല. ലിങ്ക് മാറിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാവർക്കും മറ്റേ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിരുന്ന ലിങ്ക് മാറിപ്പോയി. അപ്പോൾ വേറെ ഇൻസ്റ്റൻറ്റ് ലൈവിലാണ് കയറിയത്. അപ്പോൾ പലരും ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് പേർക്കൂടെയൊക്കെ അൺലിസ്റ്റ് ചെയ്ത കാരണം ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇത് കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഞാനും ആകെ ടെൻഷനായിപ്പോയി. ലിങ്ക് ഇതിലുണ്ട്, ലൈവ് സ്ട്രീമിൽ കിടപ്പുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അതിൽ 3 ഫ്ലവർ എങ്ങനെയാണ് വരയ്ക്കണമെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. 4 എണ്ണം. അതിൻ്റെ ബേസിക് തൊട്ട് പെൻസിൽ സ്കെച്ചിങ് തൊട്ടുള്ളതുണ്ട്. എനിക്ക് ഞാൻ ഇത്തിരി ഹോംവർക്കൊക്കെ ചെയ്തത്. പക്ഷേ സംഭവം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ അതിന് ശേഷം എനിക്ക് ആകെ ഡെസ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടി ആ സെയിം ലിങ്കിൽ തന്നെ ഞാൻ ഒരു പടം കൂടി ചെയ്തു. ഒരു ലോട്ടസിൻ്റെ പടം കൂടി ഞാൻ വരച്ചിട്ടിട്ട് ഇപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കാണണേ.
കണ്ടിട്ട് അഭിപ്രായം പറയുക. അതേപോലെ ഇനിയും വരയ്ക്കാനുള്ള ഇതുപോലെ നല്ല ഭംഗിയുള്ള പടങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാനത് വരയ്ക്കാം. എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഇത് ഇപ്പം ഞാനിപ്പോൾ ചെയ്തത് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, മറ്റേ മാസ്കിംഗ് ഫ്ലൂയിഡ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പയ്യെ അതിൻ്റെ പുറത്തേക്ക് കൊടുക്കാം. മാസ്കിംഗ് ഫ്ലൂയിഡ് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഈ മെയിനായിട്ട് മറ്റേ മഷ്റൂമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും അതേപോലെ ചെറിയ ഡോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വിട്ടിട്ട് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ നമ്മൾ മാസ്കിംഗ് ടേപ്പും യൂസ് ചെയ്യും. മാസ്കിംഗ് ടേപ്പിനെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനുള്ള ഇത് കട്ട് ചെയ്തെടുക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ മാസ്കിംഗ് ഫ്ലൂയിഡ് ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് പടം പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഞാൻ വാങ്ങിച്ചത് ബ്രസ്ട്രോടെയാണ്, പക്ഷേ എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നിങ്ങളും വരച്ച് നോക്കുക, ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. നിങ്ങൾ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഈ വരച്ച പടം പോസ്റ്റ് ചെയ്തിട്ട് അത് ആർട്ട് വിത്ത് സതിജയിൽ ടാഗ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ എൻജോയ് പെയിൻറ്റിങ്. മാസ്കിംഗ് ഫ്ലൂയിഡിൻ്റെ എഫക്റ്റ് നോക്കി കണ്ടോ, അവിടെ മാത്രമായിട്ട് പിടിക്കാതെ. കാര്യം വെച്ചാൽ അതിൻ്റെ നല്ല ഡോട്ട്സ് നല്ല പോലത്തെ ഒരു പാച്ചസ് പോലെ വരുന്നുണ്ട് ആ ഫ്ലവറിൻ്റെ അകത്ത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവായി തോന്നിയത്. അപ്പോൾ അത് നല്ല പോലെ ചെയ്യാൻ വേണ്ടി മാസ്കിംഗ് ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ നോക്കിയാൽ പതുക്കെയായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ മാത്രം ബ്ലെൻഡ് ചെയ്ത് മാത്രം ഇല്ലാണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് ചുരണ്ടി കളഞ്ഞ ശേഷം ആ വൈറ്റ് നിർത്തിക്കൊണ്ട് ബ്ലാക്ക് മാത്രമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും.
ഫൈനലി ലൈറ്റായിട്ടുള്ള കുറച്ച് അവിടെ ഇവിടെ കുറച്ച് ഫൈൻ ഔട്ട്ലൈനിൻ്റെ റിഗർ ബ്രഷാണ് കേട്ടോ. അത് ഭയങ്കര ലൈൻസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്നൊരു ഫൈൻ ആക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ മാസ്കിൻ ഫ്ലൂയിഡ് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. അത് റിമൂവ് ചെയ്യണം. ഇതേപോലെ കൈകൊണ്ട് പതുക്കെ അതിന് കംപ്ലീറ്റ് സാധനം എടുത്ത് മാറ്റി കഴിയുമ്പോൾ ആ ആദ്യം പറഞ്ഞ വൈറ്റ് കളറിലെ പാച്ചസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു പെയിൻസ് ഗ്രെയിൻ എന്ന് പറയുന്ന കളർ നമ്മൾ അതിൻ്റെ അകത്ത് പയ്യെ കൊടുക്കും. ജസ്റ്റ് അതിൻ്റെ ചുറ്റുമുള്ള പോർഷൻ വൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അത് നല്ലപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് അടുത്ത് ഇനി അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മാസ്കിങ് ഫ്ലൂയിഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കളർ കൊടുക്കാം. നമ്മളെല്ലാ പാച്ചസിലും ബ്ലാക്ക് ഡോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. ഇതാണ് ഫൈനലായിട്ടുള്ള പിക്ചർ. പടം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.